ഹരി ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ ഓൺലൈൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം, അതായത് നിർമ്മാല്യം മുതൽ തൃപ്പുക വരെയുള്ള ചടങ്ങുകൾ എങ്ങനെയാണെന്ന് ഒന്ന് കേട്ട് നോക്കിയാലോ? എല്ലാവരും ഭക്തിപൂർവ്വം ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ച് ശ്രദ്ധാപൂർവം മുഴുവനും കേൾക്കുക. ക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ദർശനമാണ് നിർമ്മാല്യ ദർശനം. തലേന്നാൾ ദേവന് ചാർത്തിയ സർവാലങ്കാരങ്ങളോടു കൂടിയുള്ള ദിവ്യ ദർശനമാണ് നിർമ്മാല്യ ദർശനം. പൂജാരി ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനസന്ധ്യാ വന്ദനാദികൾ ചെയ്ത് തീർത്ഥകുംഭം, ദീപം മുതലായ ശുഭവസ്തുക്കൾ പ്രദർശിപ്പിച്ച് നട തുറക്കുന്നു. ഈ ദിവ്യ ദർശനം സർവാഭീഷ്ടപ്രദായകമാണ്, മഹാപാപനാശനവുമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണിക്ക് നിർമ്മാല്യ ദർശനത്തിനായി നട തുറക്കുന്നു. ഈ അവസരത്തിൽ ശംഖനാദവും നാമജപവും കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകുന്നു. ഗോപുരങ്ങളിലൂടെ കടന്നു വരുന്ന ഭക്തജനങ്ങളുടെ കണ്ഠത്തിൽ നിന്നുമുയരുന്ന നാമഘോഷങ്ങളാൽ അന്തരീക്ഷം ഭക്തി നിർഭരമാകുന്നു. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിരാജിക്കുന്ന ഭഗവത് വിഗ്രഹം ദർശിച്ച് ഭക്തജനങ്ങൾ നിർവൃതിയിൽ ലയിക്കുന്നു. വാകചാർത്ത്. ഭഗവാന്റെ നിത്യകൃത്യങ്ങൾ വാകചാർത്തോടെയാണ് ആരംഭിക്കുന്നത്. നിർമ്മാല്യ ദർശനത്തിന് ശേഷം മേൽശാന്തി നിർമ്മാല്യം വാരി വടക്ക് ഭാഗത്ത് വെച്ച് കൈ കഴുകി വൃത്തിയാക്കി ബിംബത്തെ ശുദ്ധജലം കൊണ്ട് കഴുകി നല്ല എള്ളാട്ടിയ ശുദ്ധമായ നല്ലെണ്ണ കൊണ്ട് തൈലാഭിഷേകം ചെയ്യുന്നു. ഈ എണ്ണ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ്. ഔഷധ ഗുണവും ദൈവിക മൂല്യവും ഇതിനുണ്ട്. എണ്ണ ആടിക്കഴിഞ്ഞാൽ എണ്ണമയം പോകാൻ വാകചാർത്തായി. ബിംബത്തിൽ ആടിയ എണ്ണ എല്ലാം തുടച്ചെടുത്ത് ബിംബത്തിൽ നെന്മേനി വാകയുടെ പൊടി തൂവുന്നു. അലങ്കാരങ്ങളൊന്നുമില്ലാതെ വാകപ്പൊടിയിൽ പൊതിഞ്ഞ വിഗ്രഹം ദർശിക്കുന്നത് ഒരപൂർവ അനുഭവം തന്നെയാണ്. ഗോകുലനാഥ സ്വരൂപത്തിലുള്ള ഭഗവാന്റെ ഈ ദർശനം അരിഷ്ടശാന്തിക്ക് ഉത്തമമാണ്. അതിനുശേഷം ആ വാകപ്പൊടി മാർദ്ദവമായ ബ്രഷ് കൊണ്ട് തുടച്ചെടുക്കുന്നു. വാകചാർത്ത് കഴിയുമ്പോഴേക്കും ഭക്തജനങ്ങൾ ഉപദേവന്മാരെ തൊഴുന്നതിനും മറ്റുമായി നടക്കൽ നിന്ന് നീങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷം ശംഖാഭിഷേകവും പുണ്യാഹ സപ്തശുദ്ധി പുരുഷ സൂക്തവും മറ്റും കൊണ്ട് അഭിഷേകം ചെയ്ത് ബിംബത്തിൽ പൂവും ചന്ദനവും ചാർത്തുന്നു. ഈ സമയം ഉദയസൂര്യനെ പോലെ പ്രകാശിക്കുന്ന തേജോമയമായ ദേവബിംബം ഭക്തജനങ്ങൾക്ക് ആനന്ദമരുളുന്നു. സന്താന ഗോപാല രൂപത്തിലുള്ള ഭഗവത് ദർശനം ധനധാന്യ അഭിവൃദ്ധിക്ക് ഉത്തമമാണ്. മലർ നിവേദ്യം. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ 3:45-നും 4:15-നും ഇടയിൽ. അഭിഷേകത്തിന് ശേഷം ദേവന് പ്രാതൽ എന്ന ഭാവേന മലർ നിവേദിക്കുന്നു. മലർ, ശർക്കര, കദളിപ്പഴം എന്നിവയാണ് നിവേദ്യങ്ങൾ. മലർ നിവേദ്യത്തിന് ശേഷം പീഠപൂജ, ആവാഹന മുദ്രകൾ, ആസനാർഘ്യപാദ്യങ്ങളോട് കൂടിയുള്ള ഉപചാരങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവ ചാർത്തി മൂർത്തിപൂജ, മുഖപൂജ, നിവേദ്യം എന്നിവ കഴിഞ്ഞ് പ്രസന്ന പൂജയ്ക്ക് നട അടയ്ക്കുന്നു. മലർ നിവേദ്യത്തിന് ശേഷം എതിർത്ത് പൂജ 5:30-നും 6:15-നും ഇടയ്ക്ക്. ഉഷപൂജ കഴിഞ്ഞ് എതിർത്ത് പൂജ ആവുമ്പോഴേക്കും സൂര്യോദയമാകും. ഉദയസൂര്യന് അഭിമുഖമായി വിരാജിക്കുന്ന ഭഗവത് ബിംബത്തിന് മേൽ നിർവഹിക്കുന്ന പൂജ ആയതിനാലാണ് ഈ പൂജയ്ക്ക് എതിർത്ത് പൂജ എന്ന് പറയുന്നത്. ശ്രീകോവിലിൽ എതിർത്ത് പൂജ നടക്കുന്ന സമയത്താണ് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കുന്നത്. ഈ സമയം ക്ഷേത്രത്തിലെ ഉപദേവതമാർക്ക് കീഴ്ശാന്തിമാർ പൂജകൾ നടത്തുന്നു. ഗണപതിക്കും ശാസ്താവിനും വെള്ള നിവേദ്യമാണ്. ഭഗവതിക്ക് അഴലാണ് സമർപ്പിക്കുന്നത്. ശാസ്താവിനും ഗണപതിക്കും കദളിപ്പഴം,
പഞ്ചസാര, ത്രിമധുരം എന്നിവയും നിവേദിക്കാറുണ്ട്. കാലത്തെ ശ്രീവേലി എഴുന്നള്ളത്ത് 6:15-നും 7:15-നും ഇടയിൽ ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി അഥവാ ശ്രീവേലി. ദ്വാരപാലകരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു. ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങൾക്കുള്ള നിവേദ്യം നൽകുന്നത് നേരിൽ കാണുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് എഴുന്നള്ളത്ത് നടത്തുന്നത്. 6:15 മണിയോടെ ശ്രീകോവിലിൽ നിന്ന് ശാന്തിയേറ്റ കീഴ്ശാന്തി ഉത്സവത്തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ജലഗന്ധ പുഷ്പാദികളുമായി മേൽശാന്തിയും നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു. ഭൂതഗണങ്ങൾക്കുള്ള ബലിക്കല്ലിലാണ് ബലി തൂകുന്നത്. നാലമ്പലത്തിൻ്റെ വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി ശാന്തിയേറ്റ കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു. വാദ്യഘോഷങ്ങൾ എഴുന്നള്ളത്തിന് മാറ്റുകൂട്ടുന്നു. ആദ്യ പ്രദക്ഷിണത്തിൽ തന്നെ ശ്രീബലി കഴിഞ്ഞ് മേൽശാന്തി ശ്രീകോവിലിലേക്ക് പോകുന്നു. പിന്നീട് ഭഗവാന്റെ തിടമ്പുമായി നാമസങ്കീർത്തനങ്ങളോടെയും വാദ്യഘോഷങ്ങളോടെയുമുള്ള 2 എഴുന്നള്ളത്തോടു കൂടിയുള്ള 2 പ്രദക്ഷിണം കൂടി നടക്കുന്നു. മൂന്നാമത്തെ പ്രദക്ഷിണം പൂർത്തിയാകുമ്പോൾ കീഴ്ശാന്തി ആനപ്പുറത്ത് നിന്നും ഇറങ്ങി തിടമ്പുമായി ശ്രീലകത്ത് പോകുന്നു. 7:15 ആവുമ്പോഴേക്കും കാലത്തെ ശീവേലി സമാപിക്കുന്നു. നവകാഭിഷേകം. കാലത്തെ ശീവേലിക്ക് ശേഷം രുദ്രകൂപത്തിൽ നിന്നും എടുക്കുന്ന തീർത്ഥം കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുന്നു. അതിനുശേഷം ഇളനീർ കൊണ്ടും പശുവിൻ പാല് കൊണ്ട് ഭഗവത് വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നു. പാലഭിഷേകത്തിന് ശേഷം വെള്ളി കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് അഭിഷേകം നടത്തുന്നതാണ്. നവകാഭിഷേകം മണ്ഡലകാലത്തും മറ്റ് വിശേഷ അവസരങ്ങളിലും പന്തീരടി പൂജ കഴിഞ്ഞ് പഞ്ചഗവ്യം കൊണ്ട് അഭിഷേകം നടത്താറുണ്ട്. ഈ പഞ്ചഗവ്യ പ്രസാദം സർവരോഗശാന്തിക്കുള്ള ദിവ്യ ഔഷധമായി ഭക്തജനങ്ങൾ കണക്കാക്കി വരുന്നു. നവകാഭിഷേകത്തിന് ശേഷം ഭഗവത് വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തി തുടങ്ങും. അരക്ക് മുകളിലുള്ള ഭാഗത്ത് കുളിർ ചന്ദനമാണ് ചാർത്തുന്നത്. ഈ സമയത്ത് ഒരു കൈയിൽ വെണ്ണയും മറ്റേ കൈയിൽ ഓടക്കുഴലും ബാലഗോപാലനായ ഉണ്ണികൃഷ്ണന്റെ രൂപത്തിലാണ് വിഗ്രഹം അലങ്കരിക്കുന്നത്. മണിക്കിരീടം, പുലിനഖം, ഓടക്കുഴൽ, രത്നം പതിപ്പിച്ച അരഞ്ഞാണം, പീതാംബരപ്പട്ട് മുതലായവയാണ് വേഷവിധാനങ്ങൾ. ഈ ബാലഗോപാല വേഷം ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഒന്നാണ്. ഭക്തിവർദ്ധനയ്ക്ക് ഈ ദർശനം അത്യുത്തമമാണ്. പന്തീരടി പൂജ. നിഴലിന് 12 അടി ഉണ്ടാകുന്ന സമയത്ത് നടക്കുന്ന പൂജ ആയതിനാലാണ് ഈ പൂജയ്ക്ക് പന്തീരടി പൂജ എന്ന് പറയുന്നത്. കാലത്ത് 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് പന്തീരടി പൂജ നടത്തുന്നത്. തന്ത്രിയോ ഓദിക്കന്മാരിൽ ഒരാളോ ആണ് ഈ പൂജ നടത്തുന്നത്. അതിനുശേഷം ഉച്ചപൂജ 11:30-ക്കും 12:30-ക്കും ഇടയിൽ. പന്തീരടി പൂജയ്ക്ക് ശേഷം ഉച്ചപൂജ തുടങ്ങുന്നത് വരെ ഭക്തജനങ്ങൾക്ക് ഭഗവത് ദർശനത്തിന് കൂടുതൽ സമയം ലഭിക്കുന്നതാണ്. ഉച്ചപൂജയ്ക്ക് വെള്ളി ഉരുളിയിൽ വെള്ള നിവേദ്യം, വെണ്ണ, തൈര്, പഴം, പാൽ, പായസം, പ്രഥമൻ, കാളൻ, എലിശ്ശേരി, വറുത്തുപ്പേരി എന്നിവ നിവേദിക്കുന്നു. നിവേദ്യം കഴിച്ച ശേഷമാണ് ഉച്ചപൂജ തുടങ്ങുക. ഈ സമയത്ത് ഇടയ്ക്കയുടെ അകമ്പടിയോടെ അഷ്ടപതി ആലപിക്കുന്നു. ഉച്ചപൂജയോടനുബന്ധിച്ച് വേദപണ്ഡിതനായ ബ്രാഹ്മണ ശ്രേഷ്ഠന് കാൽ കഴുകിച്ച് ഊട്ട് നൽകുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഭഗവാന്റെ പ്രതിനിധിയായ ബ്രാഹ്മണ ശ്രേഷ്ഠനെ ആദരവോടെ സ്വീകരിച്ച് തിടപ്പള്ളിയിലോ വാതിൽ മാടത്തിലോ ആവണ പലകമേലിരുത്തി ഇലവെച്ച് നിവേദ്യ സാധനങ്ങൾ ഒന്നൊന്നായി വിളമ്പുന്നു. ഈ സമയം മേൽശാന്തി ശ്രീകോവിലിൻ്റെ വാതിലടയ്ക്കുന്നു. വാതിലിനു മുൻപിൽ ഒരു പട്ടിട്ട് മറക്കുകയും ചെയ്യുന്നു.
അതിനുശേഷം പുറത്തു വന്ന് ബ്രാഹ്മണന് കുടിനീര് നൽകുന്നു. അകത്ത് ഭഗവാന് നിവേദിക്കുന്നു. അതേ നിവേദ്യങ്ങൾ കൊണ്ട് തന്നെയാണ് ബ്രാഹ്മണ ശ്രേഷ്ഠനെയും ഊട്ടുന്നത്. പിന്നീട് മണ്ഡപത്തിൽ കയറി നമസ്കരിച്ച് താഴത്തിറങ്ങി തൊഴുത് മണിയടിച്ച് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്നാൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരമാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചാൽ വൈകുന്നേരം 4:30 നട തുറക്കുകയുള്ളൂ. ഉച്ചശിവേലി അഥവാ കാഴ്ച ശിവേലി. വൈകുന്നേരം നട തുറന്ന ശേഷം ശിവേലിക്കുള്ള ഒരുക്കമായി. രാവിലത്തെ പോലെ തന്നെയാണ് ഈ ശിവേലിയും നടക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ ഈ ശിവേലിയിൽ പങ്കെടുക്കുന്നതിനാലും എഴുന്നള്ളിപ്പ് അതീവ മനോഹരമായതിനാലും കാഴ്ച ശിവേലി എന്നാണ് ഇതിന് പറഞ്ഞു വരുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ തിടമ്പേറ്റിയ ഗജവീരൻ്റെയും ഇടതും വലത്തും അകമ്പടി സേവിക്കുന്ന ആനകളുടെയും വാദ്യാഘോഷങ്ങളുടെയും കുട തഴ ചാമരങ്ങളുടെയും അകമ്പടിയോടുകൂടിയുള്ള ശിവേലി അതീവ ഹൃദ്യമാണ്. ഈ കാഴ്ച ശിവേലിക്കൊപ്പം ഉച്ചത്തിൽ നാമഘോഷങ്ങൾ നടത്തി ഭക്തജനങ്ങൾ നടന്നു നീങ്ങുന്നത് ഏവരെയും നിർവൃതി കൊള്ളിക്കുന്ന ഒന്നാണ്. ദീപാരാധന വൈകിട്ട് 6:15 6:45 ഇടയിൽ. കാഴ്ച ശിവേലി കഴിഞ്ഞാൽ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളായി. നാലമ്പലത്തിനുള്ളിലും പുറത്തുമുള്ള ദീപങ്ങളെല്ലാം തെളിയിക്കുന്നു. ഈ സമയം ഭക്തജനങ്ങളെല്ലാം നാമജപങ്ങളോടെ ഭഗവത് ദർശനത്തിനായി അക്ഷമയോടെ കാത്തിരിക്കുന്നു. ക്ഷേത്രാരാധനയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദീപാരാധന. നട തുറന്ന് മേൽശാന്തി ശംഖതീർത്ഥം തളിക്കുന്നതാണ്. ഈ ശംഖതീർത്ഥം ഒരു കലശാഭിഷേകത്തിൻ്റെ ഫലമാണ് നൽകുക. അത് സ്വീകരിക്കാൻ തല കുനിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഈ ശംഖതീർത്ഥം ഏറ്റാൽ മന്ത്രദീക്ഷ ലഭിച്ചതിന് തുല്യമാകുന്നു. ഈ സമയത്ത് മേൽശാന്തി വിഗ്രഹത്തിൽ കർപ്പൂരാരതിയും മറ്റും നടത്തുന്നു. പ്രാണജ്യോതിസ് ഈശ്വരനിൽ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് കർപ്പൂരാരതി. തൻ്റെ ജീവനെയും ജീവിതത്തെയും ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് പൂജാരി ചെയ്യുന്നത്. ഇതേപോലെ സർവസ്വവും ഈശ്വരനിൽ സമർപ്പിക്കുകയാണ് ഭക്തജനങ്ങൾ ചെയ്യേണ്ടത്. ദീപാരാധന ശരിക്കും ഒരു യജ്ഞം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് നടയടച്ച് 5-10 മിനിറ്റിനുള്ളിൽ ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളി വിളക്കുകൾ കത്തിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു. ദീപത്താലും കർപ്പൂര ദീപത്താലും ഭഗവത് വിഗ്രഹത്തെ ഒഴിഞ്ഞുകൊണ്ട് ദീപാരാധന നടത്തപ്പെടുന്നു. നാമാഘോഷങ്ങളാലും മണിനാദങ്ങളാലും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ കളിയാടുന്നത്. ധാരാളം ഭക്തജനങ്ങൾ ഒത്തുകൂടുന്ന ഒരവസരമാണിത്. ഗോപുരത്തിന് പുറത്ത് ദീപാരാധന ദർശിക്കാനായി അന്യമതസ്ഥർ ഒത്തുകൂടി ചേരുന്നത് ഒരപൂർവ ദൃശ്യമാണ്. യാതൊരു തടസ്സവും കൂടാതെ അവിടെ നിന്നും ദീപാരാധന ദർശിക്കാനും നിർവൃതി നേടാനും കഴിയുന്നതാണ്. ദീപാരാധനയിലൂടെ പാപങ്ങൾ നീങ്ങുകയും ദുർവാസനകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. അത്താഴപൂജ 6:45 8:15 ഇടയിൽ. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി. അത്താഴപൂജയ്ക്ക് വെറ്റില, അടയ്ക്ക, ഇലയട, കാരോലപ്പം, പാലട പ്രഥമൻ, പഞ്ചസാര പായസം തുടങ്ങിയവയാണ് നിവേദിക്കുന്നത്. രാത്രി ശിവേലി 8:30 9 ഇടയിൽ. അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി ശിവേലിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി. ദീപങ്ങളെല്ലാം തെളിയിച്ച് വർണ്ണശബളമായ അന്തരീക്ഷത്തിലാണ് രാത്രി ശിവേലി നടത്തുന്നത്. ഗജവീരന്മാരുടെ അകമ്പടിയോടും വാദ്യാഘോഷങ്ങളോടും നാമസങ്കീർത്തനങ്ങളോടും കൂടിയുള്ള ശിവേലി ഭക്തജനങ്ങളിൽ ദിവ്യാനുഭൂതി ഉളവാക്കുന്നു.
ഭക്തി നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ എല്ലാം മറന്ന് ഭക്തജനങ്ങൾ നിർവൃതിയിൽ ലയിക്കുന്നു. മുൻപത്തെ 2 ശീവേലിക്കുള്ള ചടങ്ങുകൾ തന്നെയാണ് ഈ ശീവേലിക്കും ഉള്ളത്. തൃപ്പുകയും ഓലവായനയും രാത്രി 9-നും 9:15-നും ഇടയിൽ. രാത്രി ശീവേലി കഴിഞ്ഞ് അകത്തേക്കുള്ള എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ തൃപ്പുകയ്ക്കുള്ള ഒരുക്കങ്ങളായി. ചന്ദനം, അകിൽ, ഗുൽഗുലു തുടങ്ങിയവ പൊടിച്ചുണ്ടാക്കിയ അഷ്ടഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത്. സൗരഭ്യം നിറഞ്ഞ തൃപ്പുക ശ്രീകോവിലിനകത്തും പുറത്തും ഒരുപോലെ വ്യാപിക്കുന്നു. തൃപ്പുക ഏൽക്കുന്നത് രോഗശാന്തിക്കും ആരോഗ്യവർദ്ധനവിനും അത്യുത്തമമാണ്. തൃപ്പുക കഴിഞ്ഞാൽ അന്നന്നത്തെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിനുള്ള ഊഴമായി ഓലവായനയ്ക്ക് നിയോഗിക്കപ്പെട്ട 10കാരൻ വാര്യർ ശ്രീകോവിലിന് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള നൃത്ത അറയുടെ മുന്നിൽ വെച്ച് ഓല വായിച്ച ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു. അന്നന്നത്തെ നിത്യനിദാന ചിലവുകൾ ആ ഓലയിൽ രേഖപ്പെടുത്തണമെന്നാണ് ചിട്ട. ഇതോടെ അന്നന്നത്തെ പൂജാക്രമങ്ങൾ സമാപിക്കുന്നു. നിർമാല്യ ദർശനം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾ 12 ദർശനങ്ങൾ എന്ന് പറഞ്ഞു വരുന്നു. ഈ 12 ദർശനങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്നത് ഏറെ സൗഭാഗ്യകരമാണ്. രാത്രി പൂജ കഴിഞ്ഞ് ശ്രീകോവിൽ അടച്ചാൽ ദേവന്മാർ വന്ന് ഭഗവാനെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. ഇത്രയും നേരം ഗുരുവായൂരപ്പൻ്റെ നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള എല്ലാ ചടങ്ങുകളും കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ.